പൊന്നാനി നഗരസഭയിൽ ലോക് കല്യാൺ മേള ശ്രദ്ധേയമായി. പുതിയ സംരംഭകർക്ക് സ്പോട്ട് ലോൺ, മാതൃകാ സംരംഭകർക്കും ബാങ്കുകൾക്കും ആദരം. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PM സ്വനിധി ലോക് കല്യാൺ മേള ശ്രദ്ധേയമായി. അസംഘടിത മേഖലയിലെ ചെറുകിട സംരംഭകരെയും തെരുവ് കച്ചവടക്കാരെയും സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി സംഘടിപ്പിച്ച മേളയിൽ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണവും സേവനങ്ങളും പുതിയ സംരംഭകർക്ക് പുത്തൻ അറിവിന് വഴിയുമൊരുക്കി. മേളയിൽ പുതിയ സംരംഭകർക്ക് സ്പോട്ട് ലോൺ വിതരണം നടത്തി. സംരംഭം ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ആവശ്യമായ സാമ്പത്തിക സഹായം വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായ്പകൾ വിതരണം ചെയ്തത്. കുടുംബശ്രീ ADS അംഗവും ചായക്കൂട്ട് എന്ന പുതിയ സംരംഭത്തിന്റെ ഉടമയായ മുബഷിറയ്ക്ക് കനറ ബാങ്കിന്റെ സ്പോട്ട് ലോൺ നൽകിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK മഷൂദ്, റീന പ്രകാശൻ, സൗദാമിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. സിറ്റി മിഷൻ മാനേജർ PK സുനിൽ പദ്ധതി വിശദീകരണം നടത്തി. CDS ചെയർപേഴ്സൺ ധന്യ സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഹസീന നന്ദിയും പറഞ്ഞു. PM സ്വനിധി പദ്ധതിയുടെ ഭാഗമായി മികച്ച തിരിച്ചടവ് നടത്തി മാതൃകാ സംരംഭകരായ സുബ്രഹ്മണ്യൻ, ഹസൻ നാലകത്ത്, സരള സുന്ദരൻ, ഷൺമുഖൻ എന്നിവരെ ആദരിച്ചു. പദ്ധതിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ബാങ്ക് മാനേജർമാരെയും ആദരിച്ചു. വായ്പാ വിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും സംരംഭകരെ പിന്തുണക്കുന്നതിനും ശ്രദ്ധേയമായ സേവനം കാഴ്ചവെച്ച ബാങ്കുകൾക്കുള്ള അംഗീകാരത്തോടൊപ്പം സാറാസ് ഓർഗാനിക്സ് കുടുംബശ്രീ യൂണിറ്റിന്റെ സ്നേഹോപഹാരവും ബാങ്കുകൾക്ക് കൈമാറി. മുഖ്യധാരയിൽ നിൽക്കേണ്ട ആളുകളാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരായാലും തെരുവോര കച്ചവടക്കാരായാലും. അവരെ സാമ്പത്തികമായി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നഗരസഭയുടെ ലക്ഷ്യം. ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണം. നമ്മൾ വായ്പ എടുക്കുമ്പോൾ വായ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടം തന്നെയാണ്. അത് ശരിക്കും തിരിച്ചടച്ചുകൊണ്ട് ആ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ഓരോരുത്തരും അതിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നെ സൂചിപ്പിക്കാനുള്ളത്. നല്ല രീതിയിൽ ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത, അതുപോലെ തന്നെ നമ്മുടെ എന്തിനാണോ നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്, കച്ചവടത്തിനായാലും മറ്റ് പല രീതിയിലാണ് ഓരോരുത്തരും ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടിൽ വ്യവസായം എന്നോണം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് പേര് ഈ ഒരു PM സ്വാനിധിയിലൂടെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ കുടുംബം സാമ്പത്തികമായി നല്ല ഉന്നമനത്തിലെത്തിയ ആളുകൾ എനിക്ക് നേരിട്ടറിയാം. കഴിഞ്ഞ ഭരണസമിതിയിൽ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വായ്പാ മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിച്ചുണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്.